ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഒരു കോൺഗ്രസ് MLA ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഇന്ത്യൻ നായകന് ഫിറ്റ്നസ് ഇല്ല, അയാൾ തടിയനാണ്. ഇന്ത്യൻ ടീമിന് വേണ്ടി അയാൾക്കൊന്നും നേടിത്തരാൻ കഴിയില്ല. ഭാഗ്യം കൊണ്ടാണ് അയാൾ നിലനിൽക്കുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മോശം ക്യാപ്റ്റനാണ് അയാൾ. വിമർശനം എന്ന വാക്കുപോലും അതിനു മതിയാവില്ല. ആക്ഷേപവും ബോഡി ഷേമിങ്ങും വിരോധവും നിറഞ്ഞ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന വാക്കുകളായിരുന്നു അത്. ഇന്നുവരെ ചരിത്രത്തിൽ മറ്റൊരു ക്രിക്കറ്റർക്കും ഇങ്ങനെയൊരു ഹേറ്റ് സ്പീച്ച് നേരിടേണ്ടി വന്നിട്ടില്ല. അത് ഏറ്റുപിടിച്ച് വളരെ കുറച്ച് വിരോധികളും അയാൾക്കുമേൽ ദേഷ്യത്തിന്റെ ശരങ്ങളെയ്തു. ട്രോളുകൾ ഉണ്ടാക്കാൻ തക്കം പാർത്തിരുന്നവർ ആ സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരായ പരാമർശത്തിൽ ഉറച്ച് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ്. താൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മാപ്പ് പറയില്ല എന്നും ഷമ ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പക്ഷെ അപ്പറഞ്ഞ വാക്കുകൾക്ക് കാതങ്ങൾ മുകളിലൂടെ പറക്കാൻ കെൽപ്പുള്ളവനാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് അവരാരും അറിഞ്ഞില്ല. അവർ പറഞ്ഞ ഓരോ അക്ഷരങ്ങൾക്കിടയിലും നിലകൊള്ളുന്ന ചെറിയ ഒഴിവുകൾക്കിടയിൽ നിന്നുപോലും അവരുടെ മറുപടിയായി മാറാൻ കഴിയുന്ന ഒരാളാണ് അവനെന്ന് ഇന്ത്യൻ സമതലങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു. അയാളുടെ ആരാധകരും കോഹ്ലി ആരാധകരും വിവരമുള്ള വിമർശകരും അപ്പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മറുപടികളുമായി മുന്നിൽ നിന്നു. ചീപ്പ് റീച്ചിനു വേണ്ടി പടച്ചുവിട്ട വാക്കുകൾക്ക് അറിയാത്ത ഒന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷക്കാലമായി ഇന്ത്യയുടെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ബാറ്ററായി നിലകൊള്ളുന്നത് അയാൾ മാത്രമാണ്. ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റൻ എന്ന പരാമർശത്തിന് മറുപടികൾ എത്ര തന്നെ വേണം. വിരോധികൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും ആ കണക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. 11 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഭാരതത്തിന്റെ ത്രിവർണ പതാക ഉയരങ്ങളിൽ പറന്നപ്പോൾ അതിനു മുകളിൽ നിങ്ങൾ കണ്ടത് അവന്റെ മുഖം തന്നെയല്ലേ? ODIയിൽ ഏറ്റവും അധികം വിജയശതമാനവുമായി നിൽക്കുന്നതും ആ നായകൻ തന്നെയല്ലേ? ഇന്നിതാ ആ പ്രൗഢമായ വെള്ള ജാക്കറ്റും അയാൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നു. യെസ്, ഇറ്റ്സ് ഹിം, ദ ക്യാപ്റ്റൻ ഓഫ് ബ്ലൂ ആർമി, the ruler of white ball cricket, the sixth machine, T20 World Cup stealing captain, Champions Trophy stealing captain, Rohit Gurunath Sharma. डॉक्टर शमा मोहम्मद जिन्होंने बोला था रोहित शर्मा जो है वो थोड़ा वजन ज्यादा है उनका, अनइम्प्रेसिव कैप्टन है, आज उन्होंने क्या बोला है? Congratulations Team India for their stupendous performance in winning the Champions Trophy. Hats off to captain. I am Rohit, मतलब रोहित शर्मा. ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി വരെ അയാൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. മികച്ച തുടക്കങ്ങൾ പലതും കിട്ടിയിട്ടും ഒരു ബിഗ് വണ്ണിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ എല്ലാവിധ വിമർശനങ്ങൾക്കും മറുപടിയുമായി അയാൾ ഫൈനലിൽ നിറഞ്ഞാടി. നേരിട്ട രണ്ടാം പന്ത് തന്നെ 6 അടിച്ചാണ് അയാൾ തുടങ്ങിയത്. അങ്ങനെ ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചും അയാൾ നേടിയെടുത്തു. കഴിഞ്ഞ T20 ലോകകപ്പിലെ ലീഡിംഗ് റൺ സ്കോറർ ആയിരുന്നു രോഹിത്. ഇന്നിവിടെ ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചും. അയാൾ ഓരോ ട്രോഫി വിജയങ്ങളും മുന്നിൽ നിന്ന് പോരാടി തന്നെയാണ് നേടിത്തന്നത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പറ്റി കുറ്റം പറയുന്നവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ കുറച്ച് വാക്കുകൾ. വൈ ഹി ഈസ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ. ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ ഇന്ത്യ കണ്ട എന്നല്ല, ക്രിക്കറ്റ് ലോകം തന്നെ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് എന്ന് നിസ്സംശയം പറയാം. കണക്കുകൾ തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആദ്യം മുതൽക്കേ തന്നെ തുടങ്ങാം. 2013 IPL ഭേദപ്പെട്ട ടീമിനെ വിജയങ്ങളിലേക്ക് നയിക്കാൻ ഗോഡ് ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിന് കഴിഞ്ഞിരുന്നില്ല. അവിടേക്ക് ആദ്യമായി നായകക്കുപ്പായം അണിഞ്ഞുകൊണ്ട് രോഹിത് രംഗപ്രവേശം ചെയ്യുന്നു. ബോളിംഗ് ചേഞ്ചിങ്ങിലും ഫീൽഡ് പ്ലേസ്മെന്റിലും അസാമാന്യമായ പെർഫെക്ഷൻ കണ്ട പലരും അയാൾ ഭാവിയിൽ വലിയൊരു ക്യാപ്റ്റനായി വളരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ദൈവത്തെ കിരീടം ചൂടിച്ചു തുടങ്ങിയ ആ കഥ പിന്നീട് ഒരു ഇതിഹാസമായാണ് മാറിയത്. 19 വരെ ഒന്നിടവിട്ട സീസണുകളിൽ അയാൾ മുംബൈയെ കിരീടം ചൂടിച്ചു. പിന്നീട് ആ ഗ്യാപ്പും ഇല്ലാതെ 20ലും കിരീടം. 2017 ശേഷമൊക്കെ തന്നെ ഇന്ത്യൻ ടീമിന്റെ ടെമ്പററി ക്യാപ്റ്റനായി തുടങ്ങിയിരുന്നു. 2018 ഏഷ്യ കപ്പും നിദാഹാസ് ട്രോഫിയും അയാൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തിരുന്നു. അതും മെയിൻ ടീം ഇല്ലാതെ തന്നെ. നിദാഹാസ് ട്രോഫി ഒരു ബി ടീമിനെ വെച്ചാണ് അയാൾ ഫുൾ ഓഫ് ചെയ്തത്.
ഏഷ്യ കപ്പിലാണെങ്കിൽ ഇന്ത്യയുടെ അന്നത്തെ ബെസ്റ്റ് ബാറ്റർ കോഹ്ലിയും ബെസ്റ്റ് ബൗളർ ബുംറയും ടീമിലില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ കോഹ്ലിക്ക് വിശ്രമം അനുവദിക്കുമ്പോൾ മാത്രമായിരുന്നു രോഹിത്തിന് ക്യാപ്റ്റൻസി കിട്ടിയിരുന്നത്. പെർമനന്റ് ക്യാപ്റ്റനായി അയാൾ മാറുന്നത് അതിനും 4 വർഷത്തിന് ശേഷമാണ്. 2021 അവസാനങ്ങളിൽ ക്യാപ്റ്റനായി തുടങ്ങിയ അയാൾക്ക് പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോഴും ICC ട്രോഫിയിലെ പ്രകടനങ്ങൾ പലതും കല്ലുകടിയായി അവശേഷിച്ചു. 22 സെമിയിൽ തോറ്റപ്പോൾ ഉണ്ടായ വിമർശനങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നിന്നുമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും രോഹിത് എന്ന നായകന്റെയും രണ്ടാം വരവ് തുടങ്ങുന്നത്. അന്നത്തെ ടീമിലെ അംഗമായിരുന്ന ദിനേശ് കാർത്തിക് അതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: രോഹിത് ആകെ നിരാശനായിരുന്നു അന്ന്. നമ്മുടെ ഇന്ത്യന്റ് ശരിയല്ല, ഇനി മുതൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിക്കും. അതുതന്നെ നമ്മൾ കണ്ടു. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ല, എക്സാമ്പിളായി മുന്നിൽ നിന്ന് അയാൾ വെടിക്കെട്ടുകൾക്ക് തിരികൊളുത്തി. 2023 ലോകകപ്പ് അതിനൊരു പെർഫെക്റ്റ് ഉദാഹരണമാണ്. 10 ഓവറുകൾ ആകുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ 80 കടന്നിട്ടുണ്ടാകും. രോഹിത് 50 അടുത്തും എത്തിയിട്ടുണ്ടാകും. അത് ഇന്ത്യൻ ടീമിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. അതും കഴിഞ്ഞ് അയാൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ എതിരാളികൾ നിഷ്പ്രഭരായി പോയിട്ടുമുണ്ട്. അവിടെയും അവസാനവട്ട പോരാട്ടത്തിൽ മുട്ടുമടക്കുമ്പോൾ അത്രയും കാലം ചെയ്തതിന്റെ ഫലം അയാൾക്ക് അനുഭവിക്കാൻ പറ്റിയത് 2024 T20 ലോകകപ്പിലാണ്. ഓസ്ട്രേലിയക്കെതിരെ അയാൾ കളിച്ച ഇന്നിംഗ്സ് ഒക്കെ ഗോഡ് ലെവൽ ഐറ്റമായിരുന്നു. സ്റ്റാർക്കിനെ ചെണ്ടയാക്കി മാറ്റി അയാൾ മഞ്ഞപ്പടയ്ക്ക് മേലെ ആധിപത്യം നേടിയെടുത്തു. ഫൈനലിൽ 30 പന്തുകളിൽ 30 റൺസ് പ്രതിരോധിച്ച് ഇന്ത്യയെ വിജയ കിരീടം ചൂടിക്കുമ്പോൾ ഇന്ത്യൻ T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി അയാൾ അവരോധിക്കപ്പെടുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കൂടെ സ്വന്തമാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ODIയിലേക്കും നീങ്ങുന്നു. ഇനി കുറച്ചുകൂടി ക്ലിയറായി ഇതിന്റെ പിക്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ വരെ ICC കോമ്പറ്റീഷനുകളിൽ ഓസ്ട്രേലിയക്കെതിരെയും ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യക്ക് വളരെ മോശം റെക്കോർഡാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ രോഹിത്തിനെ നോക്കുക. ന്യൂസിലാൻഡിനെതിരെ കളിച്ച 2 മത്സരവും ജയിച്ചു. ഓസീസിനെതിരെ 4-ൽ 3 ജയിച്ചു. ഇനി ഇയാളുടെ അവസാന 24 ICC മത്സരങ്ങളുടെ കണക്കെടുത്താൽ അയാൾ വിജയിച്ചത് 23 എണ്ണമാണ്. ടോട്ടൽ എടുത്താൽ 29-ൽ 26 വിജയം. സാക്ഷാൽ പോണ്ടിങ്ങിനോട് പോലും കിടപിടിക്കുന്ന സ്റ്റാറ്റ്സ്. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും നേട്ടങ്ങൾ നേടിത്തന്ന മറ്റൊരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹി ഈസ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ ആൻഡ് ഹി ഈസ് ദ ബെസ്റ്റ് വൺ.